Hi friends, നമ്മളിപ്പം പൂ പിടിക്കാനായിട്ട് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് നമുക്ക് പൂ പിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വളം ചെയ്യുമ്പോഴത്തേക്കുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല അബ്സോർപ്ഷൻ പവർ കിട്ടുന്ന, അതായത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ ശേഷിയുള്ള NPKയിൽ Nയും Pയും കുറഞ്ഞ് K കൂടിയ വളങ്ങൾ, അതായത് പൊട്ടാഷ്യം കൂടിയ വളങ്ങൾ പൊഴിഞ്ഞു പോകുന്നതിനെയും ഒക്കെ തടയാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. പൊഴിഞ്ഞു പോകുന്നത് പൊട്ടാഷ്യൻ്റെ കുറവ് കൊണ്ടാണ് പൂക്കൾ. അതിന് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് N കുറഞ്ഞ വളങ്ങൾ, അതിനകത്ത് തന്നെ നമുക്കിപ്പോൾ NPK മിക്സ്ചർ എന്നുണ്ട്. നമ്മളൊരു NPK മിക്സ്ചറാണ് ഈ കാണുന്നത്. കാരണം ഇതിനൊക്കെ നമ്മൾ അത് തന്നെ കൊടുക്കുന്നത്, കണ്ടില്ലേ. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും. ബൊഗൈൻവില്ലയുടെ സീസൺ ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. അതിനകത്ത് നമ്മളൊരു മദർ പ്ലാന്റാണ് വെച്ചേക്കുന്നത്. നമ്മൾ അതിനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് NPK മിക്സ്ചറാണ്. NPK മിക്സ്ചർ നമ്മൾ ലൈറ്റായിട്ട് കണ്ടില്ലേ, മിക്സ്ചർ വളമാണ്, കണ്ട മിക്സ്ചർ വളമാണ്. ഇതിനകത്ത് ഏകദേശം താട്ടെ ഇത്രയും മതി. ഒരു വലിയ ചെടിക്കാണെന്നുണ്ടെങ്കിൽ താണ്ടെ ഇത് ഇത്രയും എടുക്കുക, ലൈറ്റായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് മൂട്ടിൽ നിന്നും കുറച്ച് അകലത്തിൽ വേണം ഇടാൻ, കണ്ടില്ലേ. എന്നിട്ട് ലൈറ്റായിട്ടൊരു ഇച്ചിരി വെള്ളം കൂടെ കൊടുക്കുക. നിറച്ച് പൂ പിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് NPK മിക്സ്ചറാണ്. ഏറ്റവും നല്ലത് പൂ പിടിക്കാനായിട്ടാണെങ്കിലും പ്ലാന്റിനെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നാണ്. ഇത് ഫ്ലവർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വളമാണ്. NPK മിക്സ്ചറാണ്. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഫ്ലവറും കൂടുതൽ കിട്ടും. ഓക്കെ, ഇതിൻ്റെ കണ്ടില്ലേ NPK മിക്സ്ചറാണ്. ഇതതിൻ്റെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു കാൽഭാഗം വന്ന വളമാണ്. അത് കാണാൻ വേണ്ടി നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് കാണാൻ വേണ്ടി. അതും ബൊഗൈൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് കണ്ടോ, അത് കുറച്ചും കൂടെ ഫ്ലവറിന് എന്താ പറയുക, ആരോയുടെ മുൻവശം ഇരിക്കുന്നത് കണക്കിരിക്കും. കണ്ടില്ലേ, നല്ല വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല വിലയുള്ള ഒരു ഇനമാണിത്. നമ്മളെ മദർ പ്ലാന്റാണ്, നിറച്ച് പൂത്ത് നിൽക്കുവാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ഒരു ഓവൽ ഷേപ്പ് കൂടുതലാണ്. കണ്ടില്ലേ, നിറച്ച് പൂ പിടിക്കാൻ ഏറ്റവും ബെസ്റ്റ്. അതേപോലെ തന്നെ അടുത്തൊരു വെറൈറ്റിയാണ് ഇത് നിൽക്കുന്നത്, ആ ബൊഗൈൻവില്ല. അതും ആരോ ഷേപ്പ് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. ബ്രോഡല്ല, കുറച്ച് നാരോ ആയിട്ട് വരും. ഫ്രണ്ട് എഡ്ജ് കുറച്ച് നാരോ ആയിട്ട് വരും. അങ്ങനെയുള്ള ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന അടുത്ത വെറൈറ്റി, അതിൻ്റെ അടുത്ത വെറൈറ്റി ഒക്കെ അത് തന്നെ. ഓക്കെ, അതേപോലെ റോസിനാണെങ്കിൽ പോലും, റോസിന് അതേപോലെ തന്നെ ഓർക്കിഡ്, ആന്തൂറിയ, അതിനൊക്കെ ലൈറ്റായിട്ട് ഒന്ന് വെള്ളത്തിൽ കലക്കി നമുക്ക് കൊടുക്കാം. വെള്ളത്തിൽ കൊടുക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഇത്രയും മതി. 1 ലിറ്റർ വെള്ളത്തിൽ ഇത് നല്ല വൃത്തിയാവണ്ണം കലക്കിയതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഫോളിയറായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ മണ്ണിലിട്ടതിന് ശേഷം വെള്ളം കൊടുത്തു കഴിഞ്ഞാലും നല്ലതാണ്. പ്ലാന്റ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. പൂ കൂടുതൽ കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഇത്. നമ്മളെ വേരിഗേറ്റഡ് ബൊഗൈൻവില്ലയാണ്, മദർ പ്ലാന്റ് ആണ്. കണ്ടില്ലേ, അടുത്ത സീസണിൽ തൈ ഉറച്ചുണ്ടാക്കും. ഇലയ്ക്ക് 2 കളറാണ്. ഒരു ബോൺസായ് ഷേപ്പിൽ നിൽക്കുന്ന ഒരു പ്ലാന്റാണിത്.